ഇൻട്രോ പിന്നെ എടുക്കട്ടോ. പറ ഞാൻ പിടിച്ചെന്തില്ല, എനിക്ക് നിന്നെ പിടിക്കാൻ വയ്യട്ടാ. ഞാൻ അപ്പൊ ഞങ്ങള് കൊറേ നാള് പ്ലാൻ ചെയ്ത് നടക്കാത്ത ഔട്ടിങ് ഫസ്റ്റ് എത്ര വർഷം, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ടിങ് ആട്ടാ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ ഔട്ടിങ്ങിന് പോണത്. ഇപ്പൊ സ്റ്റുഡിയോയിലുണ്ട്. അപ്പൊ ഇന്നത്തെ ഫുൾ ഡേ അതെ ഇവിടുന്ന് ഞങ്ങള് എന്താ പറയാ ഇന്നത്തെ ഔട്ടിങ് വൈബ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റുഡിയോയിലാണ് തുടങ്ങാട്ടോ. സ്റ്റുഡിയോ ബൈ ഗൈസ്. ഇനി ബാക്കി വഴിയെ കാണാം. ദേവികക്ക് എന്താ പറയണ്ടേ? ഗൈസ് ഞങ്ങൾ സീറ്റിൽ പോയി. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബോച്ചിമാമ്മയുടെ കാറൊക്കെ കണ്ടുട്ടാ. അപ്പോൾ സ്നേഹം പറഞ്ഞിട്ട് ഇതൊക്കെ എടുക്കടി യൂട്യൂബിൽ ഇടറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ അത് എടുക്കട്ടെ. എന്നിട്ട് ഞാൻ നടന്നു. ഇതൊക്കെ തൃശ്ശൂരിൻ്റെ ഭാഗമാട്ടോ. തൃശ്ശൂരിൻ്റെ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടൊക്കെ കണ്ടുട്ടോ. അതായത് അങ്ങനെ വലിയ സ്പോട്ടെന്ന് പറയാനൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഭയങ്കര സ്പോട്ടും നല്ലോണം മെയിൻ്റനൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തുട്ടാം. അപ്പോൾ പറഞ്ഞു ദേവിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കണ്ടാണ് പറഞ്ഞപ്പോൾ അയ്യേ ഇതൊക്കെ ഞാൻ നേരത്തെ കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കാട്ടാം. പിന്നെന്താ പറയുക, പിന്നെ കണ്ടിട്ടാ. ഇതേത് സ്ഥലം അറിയോ? വടക്കേ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് പാലം ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മുടെ വടക്കേ ചിറ കാണാൻ പറ്റും. അപ്പോൾ അവിടേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ റീലൊക്കെ എടുക്കാമെന്ന് വെച്ചിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ വടക്കുന്നാഥൻ പോയി. വടക്കുന്നാഥിൽ പ്രാർത്ഥിക്കാനല്ല, അവിടെ ജസ്റ്റ് മൈതാനത്ത് നിന്ന് നടക്കാനൊക്കെ. സത്യം പറയാം, ഞങ്ങളുടെ തൃശ്ശൂർക്കാരനെ പോലത്തെ ഇത്രയും വൈബിള സ്ഥലം വേറെ എവിടെയും ഇല്ലയെന്ന് ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടാ. ഞാൻ ഒരാളുടെ ഇതും കളിയാക്കല്ല കേട്ടോ. പക്ഷേ ഇത് കണ്ട ദേവികയ്ക്ക് താറ് കണ്ടപ്പോൾ വീക്ക്നെസ് ആയേ. അപ്പോൾ ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ശരണ്യയുടെ പോലെ ഒരു കുറേ വീഡിയോസൊക്കെ എടുക്കണം. ഒന്നും നടന്നില്ല. ഞങ്ങൾക്ക് വയ്യാതെ കുറേ നേരം നടന്നപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വടക്കുന്നാഥിലാണ്. വടക്കുന്നാഥിൽ വന്നിരിക്കട്ടോ. ഇവരിങ്ങി ഒരു ഹായ് കണക്കൂട്ടില്ല. ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് 12 മണിയുടെ ഷോ. അപ്പം എല്ലാം കാണാം. അതെ അപ്പം കാണാം. ഞങ്ങളിപ്പോൾ 12 മണിക്കുള്ള ഒരു ഷോയ്ക്ക് പോവാണ്. ഇപ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ കോളേജിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് എന്താ പറയുക ഇവിടേക്ക് വന്നു. ഞങ്ങൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് മുന്നിലൊക്കെ പോവാണെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡിയോയിലേക്ക് ചിലപ്പോൾ പോകും, ചിലപ്പോൾ എല്ലാം എന്തായാലും പോകും. കാരണം ഇവളുടെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സബ്വേ വഴി കൂടിയായിട്ട് പോയി. അതായത് അണ്ടർഗ്രൗണ്ട് ഭാഗത്തില്ലേ, അത് കൂടിയായിട്ട് പോയത്. അതായത് മുകളിൽ റോഡ് താഴെ ഇതിട്ടാ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഓടി ഞങ്ങളെ വീഡിയോ എടുക്കടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ വീഡിയോ എടുത്തുട്ടാ. സബ്വേ കൂടെ സബ്വേ അണ്ടർഗ്രൗണ്ട്. ഇത് പുറത്തേക്ക് ഇടക്കണ വഴിട്ടാ. ഇവിടെ നല്ല പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. കണ്ട ഞങ്ങളിപ്പോ വന്നത് സബ്വേയുടെ അടി കൂടെ ആയിട്ടാ. റോഡ മോളില്
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എന്താ പറയുക ഓട്ടോയിൽ കയറി ഇനി ഗിരിജ തിയേറ്ററിൽ പോയിട്ട് ഞങ്ങളുടെ ഹാഷിർക്കയുടെ വാഴ കാണാം. ഹാഷിർക്ക ഉള്ളതുകൊണ്ട് മാത്രമായിട്ട് ഞങ്ങൾ വാഴ കാണാൻ പോയി. ഓഫ് നൈസ് പടം. അത് ഞാൻ റിവ്യൂ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ഈ എന്താ പറയുക വേർത്താണ്, അതായത് പൈസ കൊടുത്തതിനുള്ള അടിപൊളി പടം കേട്ടോ അത്. ഇവിടെ തൊട്ട് ഇറങ്ങാം കേട്ടാ, ഇവിടെ തൊട്ട് ഇറങ്ങാട്ടെ സ്കൂള്. ഞങ്ങൾ തൃശ്ശൂർ തന്നെ പഠിക്കണം. എൻ്റെ സ്കൂള് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഞങ്ങള് സീറ്റ് കയറാൻ പോയിട്ടാ കാണണ്ട കാണണ്ട ഞങ്ങള് കാണില്ലേ. HIJB അപ്പം ഞങ്ങൾ തിയേറ്ററിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ അറിയോ സിനിമ കാണുക. ഇവിടെ കോമഡി നടന്നവർക്ക് ആ സംഭവം ഉണ്ട്. ക്ലാസ്സിൽ ഞങ്ങൾ സീറ്റ് പിടിക്കാനായിട്ട് പശിയ ഇവിടെ വന്നിട്ട് ഞങ്ങളടി എന്തായാലും കാണിക്കുന്നത് കാണില്ല. ഇന്റർവെല്ല് കഴിഞ്ഞു. ഇന്റർവെല്ല് വരെ കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഞാൻ പറയാം. അയ്യോ ആരോ വിളിക്കുന്നു. 3 തോറ്റു. അതിനേക്കാൾ നന്നായിട്ട് പഠിച്ച എൻട്രൻസ് എഞ്ചിനീയർ ആയിട്ട് എന്നല്ല സാർ അടിപൊളി പടം. പടം സൂപ്പർ പടം. ഗൈസ് അപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടാ. സ്ഥലം തരും എവിടെ സ്ഥലം? കടയ്ക്ക് സ്ഥലമല്ല, വ്ളോഗറിന് സ്ഥലമല്ലേ. അപ്പൊ നൈസ് പടം എന്ന് പറഞ്ഞാൽ നൈസ് പടം അല്ലേ, സെയിം പടം വരെ കാണാല്ലേ അല്ലേ? അതെ, ഇതേ തിയേറ്ററില് അതേ സീറ്റില് ഞങ്ങൾ നല്ലൊരു കാണണം എന്നൊക്കെ കേട്ടോ. ആരുപാട്ടാ കേറിയിട്ടുണ്ടല്ലോ അവിടെ അടി കൂടുക സീറ്റിന് വേണ്ടിട്ട്. അത് ക്ലാസ്സിൽ പോയാലും അതെ, ബെഞ്ചിന്റെ കാര്യത്തിൽ ഞങ്ങൾ അടിയാണ്. അതെ, ഈ തിയേറ്ററിൽ അതിൽ എവിടെ മാറ്റൂല. അല്ലെ ഒരു സീറ്റ് ആയിക്കോട്ടെ, ഞാൻ നടുവിലിട്ടോ. നൈസ് പടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാനായിട്ട് നിന്റെ അഭിപ്രായം പറ. അതാണ് ആശിർ മാത്രല്ല കേട്ടോ, എല്ലാവരും അടിപൊളിയാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു കോൾ വരുന്നുണ്ട്. പടത്തില് എല്ലാവരും അടിപൊളിയാണ്, മൊത്തത്തിലടി എന്താ ഗ്ലെയർ അടിക്കുക. ഇതേ ഇങ്ങോട്ട് വാ. സീൻ പടം. ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. കാണിച്ചു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ എവിടേക്ക് പോകണം? നമ്മൾ കുന്തത്തിൽ എന്തിനാ മന്തി കഴിക്കാൻ. അപ്പോൾ ഫുഡ് കഴിക്കണം എടുക്കാട്ടോ ഗൈസ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്ലാഷൊക്കെ അടിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്താ കഴിക്കാൻ വന്നിരിക്കുന്നത്? കുഴിമന്തി കഴിക്കാൻ. കുന്തത്തിൽ വന്ന് കുഴിമന്തി കഴിക്കാൻ പോവാണ്.
അതെ, കുന്തെന്ന് പറയുന്ന കടയുടെ പേരാട്ടാ, ഹോട്ടലിന്റെ പേരാ. അപ്പൊ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്. ബാക്കിലൊക്കെ പുത്തന്മാരിരിക്കണം, പുത്തന്മാരി. ഇത് ഉപ്പിലിടണം, ഇത് കേസായി പൈസ. എന്റെ ഫോണിനെ പടം എന്ന് പറയുന്ന സീൻ പടം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ വാഴച്ചൂന് എന്തായാലും പോകും, എന്തായാലും കാണാം. ആഗ്രഹമുണ്ട്. സപ്ലൈ അടിച്ച് പൈസ തീർന്ന ഞങ്ങളുടെ ലൈഫ്. സപ്ലൈ അടിച്ചില്ലെങ്കിൽ സത്യം പറയല്ലോ, ഞങ്ങളുടെ 4 പേരുടെ അങ്ങനെയൊന്നുമില്ല, അത് പറയണ്ട. ഉണ്ട്, എനിക്കത് തന്നെയാണ്. ഞാൻ 4 പേരെ നൈസ് വേണം. എനിക്ക് അത്രയൊക്കെ ഉണ്ട് കേട്ടോ. അതല്ല, ഞങ്ങളുടെ ലൈഫായിട്ട് അത്രയും കണക്കുള്ളൂ. നമുക്ക് കണക്ട് ആവും. രണ്ടുപേരെ കാണിച്ചാലോ പറ. എന്നിട്ട് എന്താ പറയാ, ഷർട്ടിനാവും വരിക. അപ്പൊ ഇനി കാശ് അച്ഛനോട് വിളിച്ചു വെക്കുന്നത് ഈ പണിയുടെ അച്ഛൻ്റെ കൊള്ളാലേ. ഇത് ഞങ്ങൾ ഇന്ന് സ്നാപ്പിട്ട് വയ്ക്കാനുള്ളത്. ഇടിക്ക് വാഴയുടെ അയച്ചടി ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. കിട്ടിയില്ല അവനേക്ക്. നീ അയച്ചോ? വ്ളോഗിൽ കാണൂലേ. ഞാൻ അങ്ങനെ മന്തിയുടെ ഫോട്ടോ എടുത്ത് വെക്കണ്ട, ഒരാൾക്ക് അയച്ചിട്ടില്ല. ഞാൻ തന്നെ കാണാൻ എടുത്ത് വെക്കാം. ഗൈസ്, അപ്പൊ ഫുഡ് കഴിച്ചു കേട്ടോ. ഇവിടെ എന്നെ കാണിക്കരുത്, ലിപ്സ്റ്റിക് ഇട്ടളിക കാണിക്കണ്ടെന്നാ. അയ്യോന്റെ ചേച്ചി കാണുമ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. ഇല്ല ഇട്ടിട്ടില്ല. ഞാൻ പോകണല്ലോ ഒന്ന് ഗൈസ്. സ്നേഹം കാണിച്ചാൽ എല്ലാവർക്കും. എന്താ പറയാ പറഞ്ഞേ, അത് അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞേ. എന്തിന് ഗൈസ്, ട്രയൽ ചെയ്യാൻ ഏതെടുക്കണമെന്ന് അറിയാൻ പറ്റേ. ചക്ക എന്താ എന്തിട്ട് കാട്ടില് പറയല്ലേ. അത് ട്രൈ ചെയ്യാം. അവസാനം എന്താ വേണ്ട, എടുത്തോ, ഇഷ്ടമുള്ള എടുത്തോ. സ്റ്റുഡിയോ ഇറങ്ങി എല്ലാം മഴവില്ലായിരുന്നുള്ള കൈ ഇപ്പൊ റെഡിയാക്കി. നീ എന്താ മേടിച്ചേ? നാളെ ഉണ്ട് കേട്ടോ. പാർക്കിൽ പോവാന്ന് വിചാരിച്ചതാ, പക്ഷെ സമയമില്ലാതെ പോയി. പോണ്ട. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. സൂപ്പർ ദിവസമായിരുന്നു. എന്താ ദേവിക്ക് പറയാ? ദേവിയുടെ കുറെ ആഗ്രഹങ്ങൾ നടന്നു. എല്ലാം ഉത്തരം നടത്തി കൊടുത്തു. പറഞ്ഞെടുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി ഗൈസ്. അപ്പൊ ഞാൻ എന്റെ റൂമിലാട്ടാ. അപ്പൊ എല്ലാവർക്കും ഔട്ട്റോ എടുക്കാൻ മറന്നു പോയിട്ടോ. ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു, ഔട്ട്റോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ വരാട്ടെ. നാളെ ഒരു വലിയൊരു ലോങ് വീഡിയോ, വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലോങ് വീഡിയോ ആയിട്ട് വരും. അതുവരയ്ക്കും ബൈ ബൈ.